ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് 1939 നവംബർ 12 നടത്തിയ ചരിത്രപ്രസിദ്ധമായ ഒരു വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. നിങ്ങൾ ചിന്തിക്കും, സ്വർഗം ഒന്നല്ല രണ്ടാണെന്നുള്ള തലക്കെട്ട് നൽകിയിട്ട് എന്തിനാണ് ശ്രീചിത്ര തിരുനാളിന്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തെപ്പറ്റി പറയുന്നത്? അതേപ്പറ്റി കണക്ട് ചെയ്തുകൊണ്ട് വേണം ഈ വീഡിയോ ചെയ്ത് തീർക്കുവാൻ. അതുകൊണ്ടാണ് ഞാൻ ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തെപ്പറ്റി പറഞ്ഞത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ ഉദ്ദേശങ്ങൾ പലതായിരുന്നുവെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഇവിടുത്തെ പിന്നോക്ക ആദിവാസി ദലിത് സമുദായങ്ങളിലെ ഹിന്ദുക്കളായ ആളുകൾ കൂട്ടത്തോടെ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് കണ്ടുകൊണ്ടായിരുന്നു. മഹാരാജാവിന്റെ ഈ വിളംബരം മൂലം അവർക്ക് താണജാതിക്കാർക്ക് അന്യമായിരുന്ന ക്ഷേത്രങ്ങളെയും ദൈവങ്ങളെയും അവർക്ക് നേരിട്ട് കാണുവാനും പൂജിക്കുവാനും തൊഴാനും അതിലുപരി തങ്ങൾക്ക് അയിത്തം കൽപ്പിച്ചുകൊണ്ട് മാറി നിന്നിരുന്ന സവർണ സമുദായത്തോട് അടുത്തിടപഴകാനും അവസരം ലഭിച്ചു എന്നുള്ളതാണ്. അത് ചരിത്രപ്രസിദ്ധമായ വലിയ ഒരു വിളംബരമായിരുന്നു. പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകളെ പരസ്യമായി അംഗീകരിക്കുകയായിരുന്നു. അതുവഴി യാതൊരു വെളിച്ചവും വീശാതിരുന്ന ഈ ആളുകൾക്ക് വളരെയേറെ പുരോഗതി ഉണ്ടാകുവാൻ ഇടവന്നു. വാൾട്ട് വിഷന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ പതാലിൽ തമ്പി. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെ പറ്റിയല്ല. എന്നാൽ മുഖവുരയായി ആ വിവരം പറയാതെ ക്രിസ്തുമതത്തെ പറ്റി പറയാൻ സാധിക്കുകയില്ല. ഇവിടെ ക്രിസ്തുമതത്തിൽ സവർണരും അവർണരുമുണ്ട്. ഈ അവർണർ കുറച്ച് 150 വർഷങ്ങൾ അല്ലെങ്കിൽ 200 വർഷത്തിനുള്ളിൽ ക്രിസ്തുമതം സ്വീകരിച്ചവരാണ്. നേരെ മറിച്ച് സവർണർ എന്ന് പറയുന്നവർ ഏതാണ്ട് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുമതം സ്വീകരിച്ചവരാണ്. ഞാൻ മുൻപൊരിക്കൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അവർണരും സവർണരും തമ്മിൽ എന്താണ് ക്രൈസ്തവ സമുദായത്തിൽ വ്യത്യാസമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിത് ഞാൻ ചെയ്യാൻ കാരണം ഒരു പ്രത്യേക കാര്യം പറയുവാൻ വേണ്ടിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ച് അവർണർക്ക് സവർണരോടൊപ്പം ദൈവത്തെ ആരാധിക്കുവാൻ അവസരം കിട്ടിയെങ്കിൽ മധ്യ തിരുവിതാംകൂറിലെ ചില സഭകൾ ഇന്നും ക്രൈസ്തവരായി ക്രൈസ്തവ മതം സ്വീകരിച്ച ഈ അവർണവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് CSI സഭയും മാർത്തോമ സഭയും. ഞാൻ ഈ രണ്ട് സഭയുടെ പേരെടുത്ത് പറയുന്നത് കൊണ്ട് ആർക്കും ഒന്നും തോന്നരുത്. ഇത് വാസ്തവം തന്നെയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ഈ അവർണരും സവർണരും ഒരേ സഭയിലെ അംഗങ്ങളായ ഇവർ 2 പള്ളികളിലാണ് ആരാധന നടത്തുന്നത്. ഈ സഭകളുടെ പരമാധ്യക്ഷന്മാർ കൽപ്പന പുറപ്പെടുവിക്കുന്നു. അത് ദലിത് സഭയിലും സവർണ സഭയിലും വായിക്കപ്പെടുന്നു, അനുസരിക്കപ്പെടുന്നു. ഇവരുടെ പണവും ഈ ഹെഡ് ഓഫീസിലേക്ക് പോകുന്നുണ്ട്. ഇവരെല്ലാം ഞങ്ങൾക്ക് ഒരു സ്വർഗമേ ഉള്ളൂ, ഞങ്ങൾ ക്രിസ്ത്യാനികൾ ഒന്നാണെന്ന് പറയുമ്പോൾ ഈ 200 വർഷം മുമ്പ് ക്രിസ്തുമതം സ്വീകരിച്ചു വന്ന ഇവരെ ഇന്നും ഈ സവർണർ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 സ്വർഗമാണ്. ഈ സ്വർഗത്തിനൊരു വിവക്ഷയുണ്ട്. ശവസംസ്കാരം നടത്തുമ്പോൾ അവിടെ നിന്നുകൊണ്ട് പുരോഹിതന്മാർ പറയും, കാഹളം ധ്വനിക്കുമ്പോൾ നിങ്ങൾ ഈ കല്ലറകൾ പൊട്ടിച്ച് എഴുന്നേറ്റ് വന്ന് രൂപാന്തരം പ്രാപിച്ച് നിങ്ങൾ സ്വർഗത്തിലെത്തുന്നു. ഞാൻ ചോദിക്കുന്നു, ഈ സഭകളിലെ അവർണരായവരുടെ പള്ളികളിൽ നിന്നും അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ ഈ സവർണർ പോകുന്ന സ്വർഗത്തിൽ തന്നെ ആയിരിക്കുമോ ഇവർക്കും ഇരിപ്പിടം കിട്ടുക? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ല. ഈ വിശ്വാസം ഒന്ന്
ബൈബിൾ മറ്റൊന്ന്. ബൈബിൾ പറയുന്നതല്ല കേരളത്തിലെ മിക്ക സഭകളും അനുസരിക്കുന്നത്. പെന്തക്കോസ്ത് സമുദായത്തിൽ പോലും അവർണർക്ക് വേറെ പള്ളി വെച്ചു കൊടുത്തിരിക്കുന്നത് എനിക്കറിയാം. ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ CSI സഭയുടെയും മാർത്തോമ സഭയുടെയും IPC സഭയുടെയും ഈ ബ്ലാക്ക് ക്രസ്റ്റിന്റെ വിങ്ങിനെ ഞാൻ നിങ്ങൾക്ക് അവരുടെ ദേവാലയങ്ങളുടെ ചിത്രമെടുത്ത് ഞാൻ ഇട്ടുതരാം. എന്തിനാണ് ഈ പരമാധ്യക്ഷന്മാർ ഇവരെ ഇങ്ങനെ വേറിട്ട് കാണുന്നത്? തൊട്ടുകൂടായ്മയും തീണ്ടലും ഉണ്ടായിരുന്ന കാലത്ത് രാജാവിന് പോലും സവർണന്റെ കൂടെ നിങ്ങൾ ഒന്നിച്ച് ആരാധിച്ചു കൊള്ളുവാൻ പറയാമെങ്കിൽ, ചങ്കൂറ്റം കാണിക്കാമെങ്കിൽ, എന്തുകൊണ്ട് ക്രൈസ്തവ സഭകൾക്ക് ഇവരെ ഒന്നിച്ച് നിർത്തിക്കൂടാ? ഈ സഭകളുടെ പരമാധ്യക്ഷന്മാർ ഇവരെ ഒന്നിച്ച് കൊണ്ടു നടക്കുവാൻ, ഒരു ദേവാലയത്തിൽ ആരാധിക്കുവാൻ അവസരം നൽകേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ സ്വർഗം ഒന്നല്ല രണ്ടാണ്. ഇവരുടെ സെമിത്തേരികൾ പോലും വെവ്വേറെയാണ്. ചില സ്ഥലങ്ങളിൽ ഈ രണ്ട് സഭകൾക്കും സ്ഥലപരിമിതി കാരണം ഒരു സെമിത്തേരി ആണെങ്കിലും മിക്ക സ്ഥലങ്ങളിലും ഇവരുടെ സെമിത്തേരി പോലും വേറെ വേറെ ആണ് ഭാഗിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ കൊടുത്തുകൊണ്ട് വർണ്ണവിവേചനം നടത്തുന്ന ഈ പരമാധ്യക്ഷന്മാർ ഇവരെന്താണ് ഈ ലോകത്ത് മാറ്റം വരുത്തുവാൻ പോകുന്നത്? ഇവർക്ക് വേണ്ടതെല്ലാം കസേരകളാണ്, സ്ഥാനമാനങ്ങളാണ്. ഈ പിന്നോക്ക സമുദായക്കാർ അനുഭവിക്കുന്ന വേദനകൾ അല്ലെങ്കിൽ ഇവർ കാണിക്കുന്ന ഈ വിവേചനം ഇവർ ചിന്തിക്കുന്നില്ല. സിനഡ് കൂടുമ്പോൾ നിങ്ങൾ ഇതേപ്പറ്റി ഒന്ന് ചിന്തിക്കൂ. നമുക്കും അവരെ ഒന്നിച്ച് നിർത്തണ്ടേ? നമുക്ക് അവരുമായി ഒന്നിച്ച് ആരാധിക്കണ്ടേ? ഒരു ദൈവത്തെ അല്ലേ ആരാധിക്കുന്നത്? ഒരു ആരാധനാക്രമമല്ലേ നിങ്ങൾ വായിക്കുന്നത്? ഒരു പ്രാർത്ഥനയല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ ഇതേപ്പറ്റി ചിന്തിക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കുകയാണ്. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വിജ്ഞാനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരെ നമസ്കാരം.